നമസ്കാരം. ഇന്ന് വൈക്കത്തിൻ്റെ രുചിക്കൂട്ടുകളിലെ കരിമീൻ മപ്പാസാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അത് നമ്മുടെ നാടൻ കരിമീൻ, അത് കഴുകി ക്ലീൻ ചെയ്ത് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് മപ്പാസ് വയ്ക്കണം. മപ്പാസ് വയ്ക്കുന്നത് നമ്മുടെ നാട്ടിൽ പലരും പല രീതിയിലാണ് മപ്പാസ് വയ്ക്കുന്നത്. എന്നാൽ വോയിസ് ഓഫ് കിച്ചൺ എങ്ങനെയാണ് മപ്പാസ് വയ്ക്കണം നമുക്ക് നോക്കാം. അതിനു മുമ്പ് എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, പിന്നെ ഞങ്ങളുടെ പേജിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ പാചകത്തിലേക്ക് കിടക്കാം. ഇതാണ് നമ്മുടെ കരിമീൻ. ഇത് നമുക്കിനി ഒന്ന് വരഞ്ഞെടുക്കാം. നമ്മുടെ ഈ കരിമീൻ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള മസാലക്കൂട്ടുണ്ടാക്കാം. ഇത് കാന്താരി മുളകും പച്ചമുളകും കൂടി നന്നായിട്ട് അരച്ചെടുത്താണ് കേട്ടോ. ഇനി കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു 3/4 സ്പൂണ് ഇടാം. പിന്നെ 1 സ്പൂണ് കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി. കുറച്ച് മഞ്ഞൾപ്പൊടി എന്ന് പറയുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അത് ഇപ്പോൾ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പിടാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതിനകത്ത് മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ. അതിന് പകരം പച്ചമുളകും കാന്താരി മുളകുമാണ് ചേർക്കുന്നത്. മിക്സ് ചെയ്ത് നമുക്ക് കരിമീനിൽ പുരട്ടാം. നന്നായിട്ട് ആ വരഞ്ഞ സൈഡിലേക്കൊക്കെ നമ്മൾ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഉള്ളിലേക്കൊക്കെ വയ്ക്കുക, അതിൻ്റെ അകത്തും എല്ലായിടത്തും തേച്ച് പിടിപ്പിക്കുക. മൊത്തമൊക്കെ. എന്നിട്ട് നമുക്കൊരു 20-30 മിനിറ്റ് ഇട്ടാൽ നന്നായിരിക്കും. അല്ലെങ്കിൽ 20 മിനിറ്റെങ്കിലും നമുക്കിത് വയ്ക്കാം. അതിൻ്റെ കാന്താരി മുളകും ഉപ്പും എല്ലാം ഒന്ന് പിടിക്കട്ടെ. അപ്പം പാൻ ചൂടായി. ഇനിയിപ്പോൾ നമുക്ക് നമ്മൾ ഈ മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന കരിമീനൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. നമുക്ക് 2 സ്പൂൺ എണ്ണ. നമ്മൾ ഈ വറുത്ത് കോരി ഈ പാനിലേക്ക് തന്നെയാണ് നമുക്ക് ഒരു 2 സ്പൂണ് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇത് 2 കറിവേപ്പില, 2 തണ്ട് ഇട്ട് കൊടുത്ത് ഒരു 3 പച്ചമുളക് നീളത്തി അരിഞ്ഞത് അത് ഇട്ട് കൊടുത്ത് ഒരു 3/4 കപ്പ് ചുവന്നുള്ളി അരിഞ്ഞത് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മുടെ ഉള്ളി ഒരുവിധം വാടിയിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് 2 തക്കാളി ചെറുതായി അരിഞ്ഞത് അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അല്പം ഉപ്പ് കൂടി ചേർക്കാം. ഉപ്പ് ചേർത്ത് ഒരു പൊടിക്ക് നമ്മൾ 1/2 സ്പൂണ് ഉപ്പാണ് ചേർന്നത്. നമ്മൾ കരിമീനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. ശകലം മല്ലിപ്പൊടി, അതായത് ആ ഒരു 1/2 സ്പൂണ് മല്ലിപ്പൊടിയല്ല കേട്ടോ, ഈ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കുക. അപ്പം ഇത് പാകമായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു കുറച്ച്, അതായത് ഒരു 1/2 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ 1/2 സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ കുറച്ച് മുളക്
അരച്ച് വെച്ചത്, അതായത് നമ്മുടെ കാന്താരി പച്ചമുളക് അരച്ച് വെച്ചത്, പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ നമുക്കതിനകത്ത് വേണ്ടത് മസാല കൂട്ടാണ്, അത് 1 ടീസ്പൂൺ ഇടാം. പിന്നെ നമ്മൾ കുരുമുളക് അത് 1 ടേബിൾ സ്പൂൺ. ഇത്ര സാധനം ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതിൻ്റെ ആ പച്ചപ്പൊക്കെ ഒന്ന് മാറി ഒന്ന് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് 2ാം പാൽ ഒഴിച്ച് കൊടുക്കാം. ഇനി അതൊന്ന് കുറുകി വെക്കാം കേട്ടോ. ഇപ്പോൾ ഇത് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് കരിമീൻ ഫ്രൈ ചെയ്തിടാം. കരിമീൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇളക്കാൻ പാടില്ല. നമുക്കിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ കോരി ഒഴിച്ച് ഈ പാത്രത്തോട് കൂടി ചുറ്റിച്ചൊക്കെ ചെയ്യാൻ പറ്റും. ഈ ചെറുതീയിൽ നമുക്ക് ഒരു 5 മിനിറ്റ് വേകട്ടെ. നമ്മളിത് അടച്ചു വെച്ചിട്ട് ഇപ്പോൾ ഒരു 6 മിനിറ്റായി. തുറന്ന് നോക്കാം. ഇനി നമുക്ക് ഒന്ന് ചുറ്റിച്ചു വയ്ക്കും. അപ്പോൾ തന്നെ അത് വെന്തിട്ടുണ്ട്. നമുക്കിനി തലപ്പാൽ ഒഴിക്കും. കുറച്ച് ഇപ്പോൾ നമ്മൾ ഉപ്പൊക്കെ നോക്കിക്കോണം കേട്ടോ. പാകത്തിന് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കിക്കോളാം. ഇത് ഞാനിപ്പോൾ ഉപ്പ് നോക്കിയപ്പോഴത്തേക്ക് ഏണ്ടൊക്കെ കറക്റ്റായി. നമുക്കൊന്നും കൂടി മൂടി വയ്ക്കുക. ഒരു 5 മിനിറ്റും കൂടി ഇരിക്കട്ടെ. ഇപ്പം നമ്മുടെ മപ്പാസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിനകത്ത് ഒരു 2 തണ്ട് കറിവേപ്പില പുറമേ തൂളി കൊടുത്തിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ 2 മിനിറ്റ് കൂടി അടച്ചു വയ്ക്കുക. അപ്പം ഇതാ റെഡി ആയിട്ടുണ്ട്. എന്താ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇതൊന്ന് മാറ്റാം. ഇപ്പം നമ്മുടെ കരിമീൻ മപ്പാസ് റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ സാധാരണ കരിമീനൊക്കെ വയ്ക്കുമ്പോഴത്തേക്കും നാരങ്ങ നീരൊക്കെ ആൾക്കാരൊക്കെ ചേർക്കും. ഞാൻ 2 തക്കാളി ചേർത്ത് കൊണ്ടാണ് നാരങ്ങ നീരോ മറ്റ് പുളിയുടെ ഒന്നും നമ്മൾ ചേർക്കാൻ. അത്യാവശ്യം ശകലം ഗരം മസാലയൊക്കെ ചേർത്ത് നല്ല അതായത് ഒരു വെള്ള കളർ, ഒരു മഞ്ഞ കളറും വെള്ള കളറും കൂടി ചേർന്ന് ഒരു പച്ച കളർ കൂടി ചേർന്ന ഒരു കളറാണ് ഇതിന് വന്നിരിക്കുന്നത്. കാര്യം നമ്മൾ ചുവന്ന മുളക് പൊടിയൊന്നും നമ്മൾ ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇത് നല്ലൊരു ഹൈലൈറ്റ് ഒരു ടേസ്റ്റ് വന്നിരുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു, നല്ല ഒരു റിസൾട്ട് വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. കാരണം നമ്മുടെ വീട്ടിലെ ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരും. ഗുഡ് ബൈ.